സാർ നമസ്കാരം. സിനിജി, ഈ ശബരിമല വിഷയം, ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത തന്ത്രിയെ പ്രതിയാക്കില്ല എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടതുമല്ല. പക്ഷെ ഇപ്പോ തന്ത്രി കണ്ഠര് മോഹനരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മഹേഷ് മോഹനരെ. അപ്പോ രാജീവ് കണ്ഠരിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ മഹേഷ് കണ്ഠരരെ കൂടി വിളിപ്പിക്കുമ്പോൾ എന്തോ ഇനിയും കുറെ കൂടുതൽ കിട്ടാനുണ്ട് അന്വേഷണ സംഘത്തിന്. December 3-ന് റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷിച്ചറിയാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ എന്തോ നിർണായകമായ കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ സർവത്ര തന്ത്രമാണ് നടക്കുന്നത് അവിടെ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തന്ത്രികളിൽ കിടന്ന് വട്ടം ഇട്ട് ചുറ്റുന്നത്. അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് പോകാൻ വേണ്ടി അടുത്ത ഘട്ടത്തിൽ പോകേണ്ടത് ദേവസ്വം മന്ത്രിയെ തന്നെയാണ്. ദേവസ്വം മന്ത്രിക്ക് ചുറ്റും ഇപ്പോൾ ഒരു ഫയർവാൾ നിർമ്മിച്ചു വെച്ചിരിക്കുക. ഈ വന്യജീവികൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതമാക്കാൻ വേണ്ടി ഫയർവാൾ ഉണ്ടാക്കി വെച്ചിരിക്കും. ആനയാണെങ്കിലും ഏത് വന്യമൃഗമാണെങ്കിലും അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഇലക്ട്രോക്യൂട്ട് ചെയ്യപ്പെടും. അതുപോലൊരു വേലി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സൂചനകളാണ് MP ഗോവിന്ദൻ നേരത്തെ നൽകിയത്. SITയിലുള്ളത് കേരളത്തിൻ്റെ പോലീസാണ്. കേരളത്തിൻ്റെ കൺട്രോളിൽ അവർ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് തന്ത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ ഹയറാർക്കി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ശരി, നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ കിട്ടുകയും വേണ്ട. ചോദ്യം ചെയ്യുന്നതിന് എന്താ തടസ്സം? മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തതല്ലേ അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ്? എന്തേ ചോദ്യം ചെയ്തില്ല? 14 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഇതുപോലെ ഒരു കേസിലായിരുന്നില്ലേ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് സംശയത്തിൻ്റെ പേരിൽ 14 മണിക്കൂർ അദ്ദേഹം ഈ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുത്തില്ലേ ഒരു മുഖ്യമന്ത്രി? എന്തേ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാൻ എന്താണ് തടസ്സം? അത് പത്മകുമാർ ആ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും പത്മകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ചോദിച്ചറിയാമായിരുന്നല്ലോ. അല്ല, ഒരു ഫയലും തനിക്ക് വന്നിട്ടുള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുസ്ഥിതി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലേ? എന്തുകൊണ്ട് ചിലരെയൊക്കെ ഈ ചോദ്യങ്ങൾക്ക് പുറത്തായിട്ട് തരണം? അതൊരു തന്ത്രമാണ്. ഈ തന്ത്രം പഠിച്ചവൻ മന്ത്രിയും അതുപോലെ തന്ത്രം പഠിച്ചവൻ തന്ത്രിയുമാണെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്ത്രപൂർവം പത്മകുമാറിന് ചില പ്രലോഭനങ്ങൾ നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയറ്റിലെ ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാമർശവും ഇല്ലാതെ ക്ലീൻ ചിറ്റ് നൽകി അവിടെ യോഗം അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ ചില സൂചനകളാണ്. പാർട്ടിയിലെ സ്ഥാനമെന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മീൻ വെള്ളത്തിൽ കിടക്കുന്നത് പോലെയാണ്. കരയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ തീർന്നു ജീവിതം. അങ്ങനെയാണ് പാർട്ടിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ. ആ പാർട്ടിയുടെ ഒരു രീതിശാസ്ത്രം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി കൊണ്ടാണ് പത്മകുമാറിനെ ഇവിടെ മന്ത്രിയുടെ പേര് പറഞ്ഞതിൽ നിന്നും തടഞ്ഞിരിക്കുന്നത്. ആ മന്ത്രിയുടെ പേര് പറയാത്തത് കൊണ്ടാണ് അന്വേഷണം അങ്ങോട്ട് പോകാതെ കണ്ട് നേരെ തന്ത്രിയിലേക്ക് വരുന്നത്. അപ്പോൾ തന്ത്രിയിലെ രാജീവ് കണ്ഠരരെ ചോദ്യം ചെയ്തു. അദ്ദേഹം അതുപോലെ കേൾക്കുകയാണ് SIT ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ദേവഹിതം മാത്രം അവരെ അറിയിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ചെമ്പ് തെളിഞ്ഞു വരുന്നുണ്ട്, സ്വർണം പോയി, മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതേപടി വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ മോഹനര് കണ്ഠരരിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല രാജീവ് കണ്ഠരര്. ആ പറയാതെയാണ് ഇപ്പോൾ SIT അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തന്ത്രിമാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊണ്ട് കേസ് അവിടെ അങ്ങ് ഇപ്പോൾ സമയം കഴിഞ്ഞു. കേസ് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇനി മിക്കവാറും അതിനെ കുറച്ചുകൂടി സമയം ചോദിക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ തന്ത്രിമാരിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ കേസിനെ ഒരു അവസാനം വരുത്താം എന്നുള്ള ഒരു ലക്ഷ്യം SITക്ക് വന്നാൽ നമ്മളിത് ആദ്യമേ സംശയിച്ചിരുന്നു. കാരണം ADG ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലേ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പേടികൾ കാണും. ഒരു ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന ആളിൻ്റെ അതൃപ്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വൈക്ലഭ്യങ്ങൾ കാണും. അതപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകാതെ ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവും. ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരു പിരിമുറുക്കത്തിൻ്റെ ഒരു ലക്ഷണങ്ങളാണിപ്പോൾ കാണുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഊഹം മാത്രമാണ്. അല്ല, ഈ തന്ത്രി കണ്ഠര് രാജീവർ പറഞ്ഞ ചില നിർണായകമായ കാര്യങ്ങൾ, അതിനുശേഷം മഹേഷ് മോഹനർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹേഷ് മോഹനരാണ് നിർണായകമായി ചില മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ തന്ത്രിമാർ എന്തിനാണ് ശബരിമലയിൽ നിൽക്കുന്നത്? കാരണം അവർ
പിതൃസ്ഥാനീയനാണ്, പക്ഷേ ഈ മണ്ഡലകാലം മുഴുവൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ശബരിമലയിൽ പോകുന്ന ഓരോ ആളുകളും ഈ തന്ത്രിയുടെ മുറിയിലേക്ക് അനുഗ്രഹം തേടാനായിട്ട് നിരവധി ആളുകൾ വരും. നെയ്യഭിഷേകം നടത്താനായിട്ട് നിരവധി ആളുകൾ വരും. കാരണം ശബരിമലയിൽ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നെയ്യഭിഷേകം നടത്താൻ പറ്റില്ല. അപ്പോൾ അഭിഷേകം ചെയ്ത നെയ്യ് പകരം കൊടുക്കുകയും ഈ നെയ്യ് മേടിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊരു ശരിക്കും ഒരു ബിസിനസ് പോലെയാണ്. ഇത്തരത്തിലുള്ള ബിസിനസ് മേൽ കർശനമായ നിയന്ത്രണമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയത്. കാരണം ഇത്തരത്തിൽ മേൽശാന്തിമാരോ തന്ത്രിമാരോ അവരുടെ മുറിയിൽ ഈ നെയ്യഭിഷേകം നടത്തേണ്ട, അതിന് ഈ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് റെസിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ് ആണ് എന്നുള്ളത് ഏതാണ്ട് ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള തന്ത്രിമാരുടെ ഇടപെടൽ, മേൽശാന്തിമാർ ഓരോരുത്തരും വരുമ്പോൾ എന്തിനാണ് ഒരു മേൽശാന്തിയുടെ കൂടെ കുറേ അധികം ഉപശാന്തിമാർ വരുന്നത്? ഇതൊക്കെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം. ഇങ്ങനെ ഉപശാന്തിയായിട്ടല്ല കീഴ്ശാന്തിയായിട്ടൊക്കെ വരാൻ പോലും ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണം നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണം നിൽക്കുമ്പോൾ ഇവിടെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇവിടെ നിഴലിക്കുന്നു. എന്തുകൊണ്ടാണ് തന്ത്രി ഇക്കാര്യത്തിൽ എൻ്റെ അനുമതിയില്ലാതെ ഈ പിന്നെ ദ്വാരപാലകരുടെ ലോഹപാളികൾ കൊണ്ടുപോയി എന്നുള്ളത് പൊതുസമൂഹത്തോട് പറയാഞ്ഞത്? അപ്പോൾ അവിടെ പറയാതിരിക്കുന്നതിന് പിന്നിൽ ആ തന്ത്രിക്കോ അല്ലെങ്കിൽ ആ മേൽശാന്തിക്കോ ഒക്കെ ചില താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തെ കൊള്ളയടിക്കാൻ ഇവരെല്ലാം കൂട്ടുനിന്നു. SIT ഈ അന്വേഷണത്തിലേക്ക് പോകണ്ടേ? ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്വേഷണം നേരിട്ട് ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ തടയാനാണോ ഇങ്ങനെ ഒരു മതിൽ സൃഷ്ടിക്കുന്നത്? അങ്ങനെ പറ്റില്ലല്ലോ. ദേവസ്വം മന്ത്രിയിലേക്കൂടെ അന്വേഷണം പോകണ്ടേ? അന്ന് ആരൊക്കെയായിരുന്നു ദേവസ്വം മന്ത്രി? അപ്പോൾ CPM നോമിനിയായിട്ടുള്ള ഈ പത്മകുമാറിൽ വരെ എത്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം ഈ ദേവസ്വം മന്ത്രിയിൽ എത്തിക്കണം. അന്ന് പത്മകുമാറാണ് പറഞ്ഞത് ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന കൃത്യമായ സൂചന നൽകി. ഇനി അടുത്ത സൂചന ഈ ദേവസ്വം മന്ത്രിയിലേക്കും പോകണ്ടേ? അപ്പം കടകംപള്ളി സുരേന്ദ്രനും ആരോപണത്തിന്റെ നിഴലിൽ തന്നെയല്ലേ ഇപ്പോഴും നിൽക്കുന്നത്? തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനും ആരോപണത്തിന് നിഴൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതുപോലെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താൻ എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ SIT, CPM നമുക്ക് വിടാം, SIT എന്തുകൊണ്ട് മടിക്കുന്നു? കടകംപള്ളി സുരേന്ദ്രൻ പത്മകുമാറിന് ശേഷം കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 ആകുന്നു. ഈ 2 ആഴ്ചയായിട്ടും തന്ത്രിയെ വിളിപ്പിക്കുന്നു, പിന്നെ പല ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു, ഒക്കെ കഴിഞ്ഞിട്ടും ജയറാമും കടകംപള്ളിയും ഇപ്പോഴും ജയറാമിന്റെ കാര്യത്തിൽ VIP പരിഗണന നൽകണമെന്ന് SITയിലെ ഒരു വിഭാഗം പറയുന്നു, അല്ല അത് വിശ്വാസത്തെ തകർക്കുമെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. ഇപ്പൊ ജയറാമിന്റെ പേര് ഇവിടെ കേൾക്കാനില്ല. ഇപ്പൊ ഈ പറയും പോലെ തന്ത്രിമാരുടെ കാര്യം, തന്ത്രിമാർ നിരപരാധികളൊന്നും അല്ല പറയുന്നത്, തന്ത്രിമാരുടെ കയ്യിലും ഒരു വെടിക്കുള്ള പക്ഷി ഉണ്ടാകും, അത് തീർച്ചയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, ഇതിന്റെയൊക്കെ മൊത്തം ദൈവമായി കാണുന്നത്. ഇപ്പൊ തന്ത്രിമാരെ ആയിരിക്കില്ല പത്മകുമാർ ദൈവമായി കണ്ടത്, അത് ചിലപ്പോൾ കടകംപള്ളി ആവാം, ചിലപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അതിനും മുകളിലുള്ള വല്ലവരെ ആകാം. അപ്പൊ ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇതിൽ അന്താരാഷ്ട്ര റാക്കറ്റ് ബന്ധമുണ്ടോ, ഇതിൽ ആരൊക്കെയാണ്, ഏത് ഉന്നതനാണെങ്കിൽ ആ ഉന്നതനെ കൊണ്ടുവരൂ, നിങ്ങൾ ഈ ചെറിയ മീനുകളിൽ കിടന്ന് കറങ്ങാതെ വമ്പൻ സ്രാവുകളിലേക്ക് പോകുമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും വമ്പൻ സ്രാവുകൾ അടുത്തെത്താൻ SIT ഭയപ്പെടുന്നത് എന്തിനാണെന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയാവുന്നത്. തീർച്ചയായിട്ടും സിജിജി പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമുണ്ട്. തന്ത്രിമാരെന്തിനായി അമ്പലത്തിനകത്ത് അതിൻ്റെ ശ്രീകോവിലിനകത്ത് എപ്പോഴും തമ്പടിച്ചു നിൽക്കുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതുവരെ ശരിക്കും ആരും ചോദിക്കാത്ത ഒരു ചോദ്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തിന് തന്ത്രിമാരുടെ എന്ന് പറഞ്ഞാൽ അതിനുള്ള ദേവഹിതം, വേദമല്ല നോക്കുന്ന ദേവൻ്റെ പ്രീതി, അതായത് അതുമാത്രമാണ് ഇവരറിയിക്കാൻ, അത് ഇന്നതാണ് എന്ന് ദേവപ്രശ്നം വെച്ചിട്ട് കണ്ടുപിടിച്ച് പറയുക എന്നുള്ള ഒറ്റ ചുമതലയാണ് അവർക്കുള്ളത്. ഈ എപ്പോൾ കണ്ട നേരവും ശ്രീകോവിലിരിക്കുന്നതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് മോഷണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് ധാരാളമായിട്ട് ദക്ഷിണകൾ കിട്ടും. വരുന്നവരും പോകുന്നവരും ഇത് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് കണ്ടുകൊണ്ട് ധാരാളമായിട്ട് സംഭാവനകൾ, അതിന് കണക്കൊന്നുമില്ല, ഒരു കണക്കുമില്ല, അത് യാതൊരുവിധ ഇൻവെൻട്രിയും ഇല്ല, ഒരു പരേഡ് ബുക്കുമില്ല, ഒന്നുമില്ല. അത് മുഴുവൻ ഇവർക്ക് സ്വന്തമാണ്, അതും കൊണ്ടുപോകുക. നല്ലൊരു തുക അവിടെ ഈ പറഞ്ഞ ഈ ഉപശാന്തിമാർക്ക്, കീഴ്ശാന്തിക്കും മേൽശാന്തിക്കും എല്ലാം ഇത് കിട്ടുന്നുണ്ട്, പരികർമ്മിക്കും കിട്ടുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആൾക്കാരായിട്ടാണ് സ്വയം ഭക്തജനങ്ങൾ കരുതുന്നത്. ആ തരത്തിൽ നല്ലൊരു വരുമാനം അവർ കൊണ്ടുപോകുന്നു. അതാണ് മുഖ്യ താല്പര്യം. അപ്പോൾ ഇതും വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വീട്ടിലോട്ട് അങ്ങ് പോയാൽ പോരെ, അവിടെ ചെമ്പുപാളി എവിടെ കൊണ്ടുപോയാലും എനിക്ക് എന്താകുന്നുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മ അവർക്ക് വന്നു. കാരണം അതിൻ്റെ മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഈ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇതറിയാത്ത ആളാവാൻ വഴിയില്ല തന്ത്രി. ഇത് തെറ്റല്ല, ഇത് ദേവഹിതമല്ല എന്നുള്ളത് അറിയാത്തനും പാടില്ലാത്ത ആളല്ല തന്ത്രിമാരാരും. അവരൊന്നും ഒരക്ഷരം വേണ്ടിയില്ല. ഗവൺമെൻറ്റിൻ്റെ കാര്യം ഇനി നമ്മളെന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ നമുക്ക് ഈ സ്ഥാനം കിട്ടാതെ വരുമോ എന്നുള്ള ഒരു പേടി അവരെ ഭരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ചോദ്യം ആവശ്യമാണ്. പക്ഷേ ദേവസ്വം ബോർഡ്
പ്രസിഡന്റിൽ അവസാനിക്കുന്ന ഒന്നല്ല അതിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഹയറാർക്കി. ദേവസ്വം മന്ത്രി ന്യായമായിട്ടും ശരിക്കും അതിൽ ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയിലേക്കും പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര ആൻറ്റിക് ലേലക്കാർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയിട്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരു റാക്കറ്റിൻ്റെ അല്ലെങ്കിൽ കാർട്ടലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചോ എന്നുള്ള നിരീക്ഷണം ബഹുമാനപ്പെട്ട കോടതി നൽകിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ അതിൻ്റെ പരിധി കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്, ധീരമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ആ ധീരത ഇല്ലാതാകുന്നു എന്നുള്ള ഒരു സംശയത്തിൻ്റെ മുൾമുനയിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ SIT. ശരി, SIT അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഈ പറയുന്ന തന്ത്രിമാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ. അതല്ല മന്ത്രിയിലേക്കാണ് അന്വേഷണം നീങ്ങേണ്ടതിൽ അങ്ങനെ പോട്ടെ. എന്തായാലും വിശ്വാസികളുടെ ആശങ്കകൾ, അവരുടെ ഒരു വേദനകൾ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ തന്നെ ശബരിമല എന്ന് പറയുന്ന രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ്. അവിടെ ഇത്രയും വലിയ കൊള്ള നടക്കുന്നു എന്ന് കേരളത്തിന് പുറത്തേക്ക് മെസ്സേജ് പോകുന്നത് ഒട്ടും നല്ലതായിരിക്കില്ല. നല്ല മെസ്സേജ് അല്ല അത്.